ഒഡീസ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടക്കുന്നത്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മെയ് 13-ാം തീയതിയാണ് നടന്നത്. പോളിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വോട്ടെണ്ണൽ ദിനം മാത്രമാണ് ആരാണ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അറിയേണ്ടത്. എന്നാൽ ഒഡീസയിൽ നമുക്കറിയാം, വർഷങ്ങളായി 20 കൊല്ലത്തിലധികമായി BJDയുടെ അധികാരം തന്നെയാണ്. എന്നാൽ ഇക്കുറി BJDക്ക് ഇളക്കം തട്ടുമെന്ന് നവീൻ പട്നായിക്കിന് നല്ലപോലെ ബോധ്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ ഭൂരിഭാഗം സീറ്റും BJPയിലേക്ക്, അതായത് 12 മുതൽ 14 സീറ്റ് വരെ BJPയിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് നവീൻ പട്നായിക് തന്നെ അണികളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിയമസഭയിൽ കഷ്ടിച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക്, അതായത് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്നുള്ളത് നവീൻ പട്നായിക് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. 147-ൽ ഏറ്റവും കുറഞ്ഞത് കേവല ഭൂരിപക്ഷം എന്ന രീതിയിലേക്കെങ്കിലും എത്തുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. അതായത് കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്കറിയാം 74 സീറ്റുകൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കണം. നവീൻ പട്നായിക്കിൻ്റെ BJDക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കും എന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ഇരിക്കുന്നത്. മെയ് 25-ലും ജൂൺ 1-ാം തീയതിയുമായി അവസാന 2 ഘട്ടം, അതായത് 4 ഘട്ടങ്ങളായാണ് ഒഡീസയിൽ നടക്കുന്നതെങ്കിൽ അവസാന 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായും തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി, അതായത് അധികാര തുടർച്ച ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJD എങ്കിലും വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു രമ്യതയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. BJPയും BJDയും ചേർന്നുകൊണ്ടുള്ള ഒരു സർക്കാരിന് ഒരു സാധ്യതയുമില്ല, അത് പാടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് നവീൻ പട്നായിക്. നമുക്കറിയാം, നേരത്തെ BJPയുമായി ഒരു സഖ്യ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു നാശത്തിലേക്ക് BJDയെ, അതായത് ബിജു ജനതാദളിനെ എത്തിക്കും എന്ന് അണികൾ പറഞ്ഞതോടുകൂടിയാണ് നവീൻ പട്നായിക് ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി ഒരു രമ്യതയിലേക്ക് പോയി അധികാരത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ ഉതകുന്ന തരത്തിലുള്ള സീറ്റുകൾ ലഭിച്ചാൽ ഒരുപക്ഷെ BJDയുടെ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ തീരുമാനം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ BJP അടവ് മയപ്പെടുത്തുകയാണ്. അതായത് കേന്ദ്രത്തിൽ എങ്ങനെ പോയാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ വളരെ സാധ്യത കുറവായതുകൊണ്ട് കേന്ദ്രത്തിൽ BJPക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി BJP നേതൃത്വം BJDയെ സമീപിക്കുന്നു. BJDക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫർ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വശത്ത് ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ രീതിയിലുള്ള മേൽക്കോയ്മ നടന്നാൽ BJDക്ക് അങ്ങോട്ടേക്ക് പോകാം, അതല്ലെങ്കിൽ BJPയിലേക്ക്. കൃത്യമായി നമുക്കറിയാം, BJPയുമായി ആദ്യമൊക്കെ നല്ല രീതിയിൽ രമ്യതയുണ്ടായിരുന്നു. മാത്രമല്ല, ലോക്സഭയിൽ നിർണായകമായ പല ബില്ലുകൾക്കും BJPക്ക് അനുകൂലമായി നിന്നിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതൊരു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് BJDയെ വിശ്വാസത്തിലെടുക്കുന്ന രാഷ്ട്രീയ രീതിയാണ്. എന്നാൽ ഒഡീസ നിയമസഭയിലെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? കാരണം നമുക്കറിയാം, നവീൻ പട്നായിക്കിനെ ഏറ്റവും രൂക്ഷമായി ആക്രമിച്ച നരേന്ദ്രമോദി തന്നെയാണ്. ജില്ലകളുടെ പേര് പോലും എഴുതി വെച്ച പേപ്പർ നോക്കാതെ കാണാതെ പറയാൻ നവീൻ പട്നായിക്കിനെ കൊണ്ട് കഴിയില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇത് BJDക്കിടയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതൊരു പക്ഷേ BJD തമ്മിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബാന്ധവത്തെ പൊളിച്ചെടുക്കാനുള്ള സാധ്യതയിലേക്കാണ് നീങ്ങുന്നത്.